നമസ്കാരം. ഞാൻ കിളിയൂർ അജിത്ത്. കിളിയൂർ ടാക്കീസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദേശചരിത്രം എന്ന പങ്ക്തിയിൽ ഇന്നു ഞാൻ അവതരിപ്പിക്കുന്നത് നെയ്യാറ്റിൻകര വെടിവയ്പ്പിനെ കുറിച്ചാണ്. അതായത് ഇന്നു ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് 86 വർഷങ്ങൾക്ക് മുമ്പ് നെയ്യാറ്റിൻകരയിൽ നടന്ന അതിദാരുണവും ഭീകരവുമായ ഒരു പട്ടാള നടപടിയെക്കുറിച്ചാണ്. മുഖവിലയില്ലാതെ തന്നെ കാര്യത്തിലേക്ക് കിടക്കാം. ബ്രിട്ടീഷുകാരുടെ കിരാത വാഴ്ച ഒരു ഭാഗത്ത്, ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരുടെ ജനദ്രോഹ നടപടികൾ മറുഭാഗത്ത്. പൊറുതിമുട്ടിയ ജനം പൊരുതാനായി ഒത്തുകൂടി. അങ്ങനെയാണ് 1938 ഫെബ്രുവരി 24 തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് കോൺഗ്രസ് എന്നൊരു രാഷ്ട്രീയ സംഘടന രൂപം കൊണ്ടത്. പട്ടം താണുപിള്ളയായിരുന്നു അധ്യക്ഷൻ. സംഘടനയുടെ ഒരു കീഴ്ഘടകം നെയ്യാറ്റിൻകരയിൽ രൂപീകരിക്കാൻ സ്റ്റേറ്റ് കോൺഗ്രസ് തീരുമാനിച്ചു. ഇതിനായി 1938 മാർച്ച് 7 ഒരു യോഗം വിളിച്ചുകൂട്ടാൻ നിശ്ചയിച്ചു. ബാലരാമപുരം G. രാമൻപിള്ള, NK പത്മനാഭപിള്ള, R. വാസുദേവൻ പിള്ള, B. ചന്ദ്രശേഖരൻ നായർ, C. നീലകണ്ഠപിള്ള, NS കൃഷ്ണപിള്ള എന്നിവരൊക്കെയായിരുന്നു മുൻനിരക്കാർ. എന്നാൽ ഈ നീക്കം മനസ്സിലാക്കിയ ഭരണകൂടം സംഘടനയുടെ പ്രചരണങ്ങളും സമ്മേളനങ്ങളും 2 മാസത്തേക്ക് വിലക്കിക്കൊണ്ട് ഉത്തരവിറക്കി. എങ്കിലും നിശ്ചയിച്ച ദിവസം തന്നെ അതീവ രഹസ്യമായി NK പത്മനാഭപിള്ളയുടെ വസതിയിൽ യോഗം ചേർന്നു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ കുടുംബ വീടായ നെയ്യാറ്റിൻകര കിഴക്കേ തെരുവിലെ മുല്ലപ്പള്ളി തറവാടിന് എതിർവശത്തുള്ള മുല്ലപ്പള്ളി പുത്തൻ വീട്ടിലാണ് യോഗം ചേർന്നത്. പട്ടം താണുപിള്ളയായിരുന്നു അധ്യക്ഷൻ. യോഗം NK പത്മനാഭപിള്ളയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ബാലരാമപുരം G. രാമൻപിള്ളയും NS കൃഷ്ണപിള്ളയുമായിരുന്നു സെക്രട്ടറിമാർ. ട്രഷററായി R. വാസുദേവൻ പിള്ളയെയും തെരഞ്ഞെടുത്തു. വിലക്ക് നിലനിൽക്കുന്നതിനാൽ പരസ്യപ്രചരണങ്ങൾ ഒഴിവാക്കി പരമാവധി ആളുകളെ അംഗങ്ങളാക്കാൻ കമ്മിറ്റി തീരുമാനിച്ചു. 2 മാസത്തിനിടയിൽ ഏതാണ്ട് 4000-ഓളം പേരെ അംഗങ്ങളാക്കി. മാത്രമല്ല പലയിടത്തും പ്രാദേശിക ഘടകങ്ങൾ ഇക്കാലത്ത് രൂപം കൊണ്ടു. വിലക്ക് അവസാനിക്കുന്ന 1938 മെയ് 6 തന്നെ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രഥമ പൊതുയോഗം ചേരാൻ നിശ്ചയിച്ചു. നെയ്യാറ്റിൻകരയിൽ യോഗം സംഘടിപ്പിക്കാനായിരുന്നു തീരുമാനം. ഇതിനായി ഊരുട്ടുകാല മുടിപ്പുര മൈതാനം വേദിയാക്കാൻ ക്ഷേത്ര കമ്മിറ്റിയിൽ നിന്ന് അനുമതിയും വാങ്ങി. സമ്മേളനത്തിന് ആളെ കൂട്ടാൻ വ്യാപകമായി രഹസ്യപ്രചരണം നടത്തി. എന്നാൽ സമ്മേളന വിവരം പുറത്തായി. മെയ് 6 രാവിലെ മുതൽ തന്നെ നെയ്യാറ്റിൻകര പട്ടണം പോലീസിന്റെ നിരീക്ഷണത്തിലായി. അതിനു പുറമെ കോൺഗ്രസ് പ്രവർത്തകരെ നേരിടാൻ ഭരണകൂടം ഗുണ്ടകളെയും തെരുവിലിറക്കി. പേഷ്കാരും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും രാവിലെ തന്നെ നെയ്യാറ്റിൻകരയിലെത്തി TVയിൽ ക്യാമ്പ് ചെയ്തു. വൈകിട്ട് 3 മണിയോടെ നേതാക്കന്മാർ TV ജംഗ്ഷനിലുള്ള R. വാസുദേവൻ പിള്ളയുടെ വസതിയിലെത്തി. 100 കണക്കിന് പ്രവർത്തകരും. 4 മണിയോടെ ആശുപത്രി ജംഗ്ഷനും ആലമൂട് ജംഗ്ഷനും ചുറ്റി ജാഥയായി പ്രവർത്തകർ ഊരൂട്ടുകാലയിലേക്ക് നീങ്ങി. ആവേശമുണർത്തുന്ന മുദ്രാവാക്യങ്ങൾ കാഴ്ചക്കാരെയും അണിചേർത്തു. ഊരൂട്ടുകാലയിലും വലിയൊരു വിഭാഗം പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു. യോഗം കലക്കാൻ സർക്കാർ നിയോഗിച്ച ഗുണ്ടകൾ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. അണികളെ അക്ഷോഭ്യരാക്കാൻ നേതൃത്വം നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. പട്ടം താണുപിള്ളയുടെ അധ്യക്ഷതയിൽ യോഗ നടപടികൾ ആരംഭിച്ചു. ഡോക്ടർ G. രാമചന്ദ്രൻ, ബാലരാമപുരം G. രാമൻപിള്ള, NK പത്മനാഭപിള്ള തുടങ്ങിയ നേതാക്കളെല്ലാം വേദിയിലുണ്ട്. പട്ടം പ്രസംഗം ആരംഭിച്ച് അല്പം കഴിയുമ്പോൾ തന്നെ യോഗത്തിന് നിരോധനമേർപ്പെടുത്തിയ ഉത്തരവ് പുറത്തു വന്നു. അതോടെ യോഗ നടപടികൾ നിർത്തിവെച്ച് എല്ലാവരും സമാധാനപരമായി പിരിഞ്ഞു പോകാനുള്ള നിർദ്ദേശം നേതൃത്വം കൈക്കൊണ്ടു. സ്റ്റേറ്റ് കോൺഗ്രസിന്റെ എല്ലാ പരിപാടികൾക്കും തുടർന്ന് ഭരണകൂടം വിലങ്ങുതടി സൃഷ്ടിച്ചു. 1938 ആഗസ്റ്റ് 22 സ്റ്റേറ്റ് കോൺഗ്രസ് നിരോധിക്കപ്പെട്ടു. ഓഗസ്റ്റ് 26 നിരോധനാജ്ഞ ലംഘിക്കാൻ സ്റ്റേറ്റ് കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്തു. ഇതിനെ തുടർന്ന് പട്ടം താണുപിള്ളയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. തുടർന്ന് നെയ്യാറ്റിൻകര NK പത്മനാഭപിള്ളയെ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ അധ്യക്ഷനായി നിയമിച്ചു. ഓഗസ്റ്റ് 31 രാവിലെ
പോലീസ് സൂപ്രണ്ട് TR രാമൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീട് വളഞ്ഞ് NK പത്മനാഭപിള്ളയെ അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും വഴി R വാസുദേവൻ പിള്ളയെ കാണാനായി കാർ TV ജംഗ്ഷനിൽ നിർത്തണമെന്ന് NK പത്മനാഭപിള്ള ആവശ്യപ്പെട്ടു. അതനുസരിച്ച് പത്മനാഭപിള്ളയെ പോലീസ് വാസുദേവൻ പിള്ളയുടെ വീട്ടിലെത്തിച്ചു. ഇതിനിടെ പത്മനാഭപിള്ളയെ അറസ്റ്റ് ചെയ്ത വിവരം കാട്ടുതീ പോലെ പടർന്നു. നിരവധി കോൺഗ്രസ് പ്രവർത്തകർ TV ജംഗ്ഷനിലേക്ക് ഓടിക്കൂടി. പത്മനാഭപിള്ളയുമായി തിരുവനന്തപുരത്തേക്ക് പോകാനിറങ്ങിയ പോലീസ് സംഘത്തെ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞുവെക്കാൻ ശ്രമിച്ചു. ഇതിനിടെ പോലീസ് കാറിൽ മുന്നോട്ട് കുതിച്ചു. പ്രവർത്തകർ പ്രതിഷേധിച്ചുകൊണ്ട് പിന്നാലെ ഓടി. മരുത്തൂർ പാലത്തിനടുത്തെത്തിയപ്പോൾ കാർ യന്ത്ര തകരാറിനാൽ ഓട്ടം നിലച്ചു. കാർ നിർത്തിയത് കണ്ട് പ്രവർത്തകർ അങ്ങോട്ട് കുതിച്ചു. ഇതിനിടെ അതുവഴി വന്ന ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ പോലീസ് പത്മനാഭപിള്ളയെ കയറ്റി കാർ ഉപേക്ഷിച്ച് തിരുവനന്തപുരത്തേക്ക് പോയി. രോഷാകുലരായ കോൺഗ്രസ് പ്രവർത്തകർ കാർ വയലിലേക്ക് മറിച്ചിട്ടു. ഇതിനിടെ ആരോ കാറിന് തീവച്ചു. അന്ന് ആറാലുമൂട് ചന്ത കൂടുന്ന ദിവസമായിരുന്നു. വിവരമറിഞ്ഞ് കൂടുതൽ പേർ നെയ്യാറ്റിൻകരയിലെത്തി. വളരെ പെട്ടെന്ന് തന്നെ പ്രതിഷേധം ടൗണാകെ കത്തിപ്പടർന്നു. വിവരമറിഞ്ഞ് വിദ്യാർത്ഥികളും പഠിപ്പ് മുടക്കി തെരുവിലിറങ്ങി. മുതിർന്ന നേതാക്കളെല്ലാം പത്മനാഭപിള്ളയ്ക്ക് പിന്നാലെ തിരുവനന്തപുരം കോടതിയിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിഷേധക്കാരെ തണുപ്പിക്കാൻ നെയ്യാറ്റിൻകരയിൽ ആരുമില്ലാതെ പോയി. ഇതിനിടെ കുതിരപ്പട്ടാളം നെയ്യാറ്റിൻകരയിലെത്തി. പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ അവർ തോക്കുമായി നിരന്നു. ഇത് സമരക്കാരെ കൂടുതൽ പ്രകോപിപ്പിച്ചു. ക്യാപ്റ്റൻ വാട്കിസ് ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഒരടി പോലും പിന്നോട്ട് പോകാൻ ജനക്കൂട്ടം തയ്യാറായില്ല. പ്രതിഷേധ മുദ്രാവാക്യങ്ങളാൽ സമരമുഖം പ്രക്ഷുബ്ധമായി. വീരരാഘവൻ എന്ന ചെറുപ്പക്കാരൻ വിരുമാറ് കാട്ടി സധൈര്യം മുൻനിരയിൽ തന്നെ നിന്നു. ഇതിനിടെ പിൻനിരയിൽ നിന്ന് ആരോ കല്ലെറിഞ്ഞു. യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ വാട്കിസ് അത്താഴമംഗലം വീരരാഘവന് നേരെ വെടിയുതിർത്തു. സമരഭൂമിയിൽ മരിച്ചു വീണ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രഥമ രക്തസാക്ഷിയായി വീരരാഘവൻ. എന്നിട്ടും ജനക്കൂട്ടം പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. കുതിരപ്പട്ടാളം 6 പേരെ കൂടി വെടിവെച്ചിട്ടു. ഇതിൽ 4 പേർ സംഭവ സ്ഥലത്തും 2 പേർ ആശുപത്രിയിലും അന്ത്യശ്വാസം വലിച്ചു. അത്താഴമംഗലം വീരരാഘവന് പുറമെ കല്ലുവിള പൊടിയൻ, നടൂർക്കൊല്ല കുട്ടൻ, പാറുവിളാകം മുത്തൻപിള്ള, പാറുവിളാകം പത്മനാഭപിള്ള, മരുത്തൂർ വാസുദേവൻ, കുട്ടൻപിള്ള എന്നിവരാണ് വെടിവയ്പിൽ മരിച്ചത്. ഇവർക്ക് പുറമെ കാളി എന്ന സ്ത്രീയും വെടിവയ്പിൽ മരിച്ചതായി ചില ചരിത്രരേഖകളിൽ കാണുന്നു. ജഡം പോലും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാതെ എവിടെയോ മറവ് ചെയ്തു. നെയ്യാറ്റിൻകര സംഭവം തിരുവിതാംകൂറിൽ വൻ പ്രതിഷേധത്തിന് ഇടയാക്കി. നെയ്യാറ്റിൻകരയിൽ അരങ്ങേറിയ ദാരുണവും ഭീകരവുമായ പട്ടാള നടപടി തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിന് കെടാത്ത ആവേശമായി. മറ്റൊരു ദേശചരിത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.